വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ തൂമ്പ പോലെ വെട്ടി വെട്ടി ഇങ്ങോട്ട് എടുക്കും. ദൈവത്തിനെ കാണുമ്പോൾ തന്നെ തൂമ്പ ഇവിടെ തന്നെ വെട്ടാത്തതാണ്. കാര്യമുണ്ട്. അതല്ല, അപ്പോഴും ജീവിതകാലം മുഴുവൻ ഇത് തന്നെയായിരുന്നു അഭ്യാസം. വേറെ ഒന്നും അറിയാൻ പാലാത്ത കൊണ്ടാണ്. അങ്ങനെയല്ല, ഒരു കോൺസെപ്റ്റാണത്. എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താണ്? നമ്മൾ ദൈവദൃസന്നിധിയിൽ സമ്പന്നരായിരിക്കണമെന്ന്. അതായത് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാര്യം ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത്, ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം. അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവദൃസന്നിധി സമ്പന്നത എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു. ഈശോ ഒരു സന്ധ്യയ്ക്ക് തൻ്റെ അവസാന ദിവസമില്ലേ, അവസാന ദിവസം രാത്രിയാകണ മുമ്പ് അവസാന ദിവസം സന്ധ്യയ്ക്ക് കർത്താവ് ഗെത്സേമനി മുട്ടുകുത്തുമ്പോഴേ ഈ സമ്പന്നത പറയുന്നുണ്ട്. എന്താ പറയണത്? പിതാവേ, എൻ്റെ ദിനങ്ങൾ, ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ, എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ എൻ്റെ ദിനങ്ങളിൽ ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം? ഇനി ഇങ്ങോട്ട് തരണം, നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം. ഭയങ്കര അർത്ഥമല്ലേ? അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അത് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ, അതാണ് വിഷയം. ഇപ്പം ദൈവത്തോട് നമ്മൾ ചോറ് ചോദിച്ചാൽ നീ ചോറ് കൊണ്ടുപോയി, ഇനിയും ഞാൻ ചോറ് തരുമെന്ന് ദൈവം പറയത്തില്ല. നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗെത്സേമനി പോലെ ഒരു ഗെത്സേമനിയുടെ തന്നെ ആദ്യ ഗെത്സേമനിയുണ്ട്. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, ഞാനെന്ത് പറയേണ്ടു, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ, അതോ ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ പിതാവ് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും. അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന്. അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ്. അല്ല കഞ്ഞിയും ചോറും ജോലിയും PR-ഉം പെൻഷനും ഒന്നുമല്ല. ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ ആഗ്രഹം. അതാണ് ടേക്ക് ഇവിടെ യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ